ഹായ്, ഞാൻ സ്നേഹ. SL ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി, ഇപ്പോൾ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി, പക്ഷേ എന്നെ അവർ തീരെ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല, എപ്പോഴും അവഗണനയാണ്, എന്നെ ഇഗ്നോർ ചെയ്യാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്തരം കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ സങ്കടങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഒരു വാല്യൂ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവർക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു, ഇങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടാതിരിക്കുമ്പോൾ, അവർ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്, ഇപ്പോൾ വിഷമാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അതെല്ലാം ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയാതിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പറയാതിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് അവരോട് തുറന്നു പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓപ്പണായിട്ട് അവരോട് തുറന്നു പറയുക. എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, എനിക്ക് ഇത്രയും വിഷമങ്ങളുണ്ട്, ഇതല്ല ഞാൻ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, ഇല്ല എന്നുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം അവർ നിങ്ങളെ അകറ്റി നിർത്തുകയാണ്, നിങ്ങളെ അവഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് എപ്പോഴും റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ വലിയ രീതിയിൽ അവർ ആൻസർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെ അവർ നിങ്ങളോട് പെരുമാറുന്ന അതേ രീതിയിൽ അവരോട് തിരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു അകറ്റി നിർത്തുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കുക. ഒരുപാട് അവരിലേക്ക് ചെന്നിട്ട് അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചോദിച്ചാലും ഒരു കുഴപ്പമില്ലാണ്ട് റിപ്ലൈ കൊടുക്കുക, അവർ നമ്മൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ പുറകെ ഇങ്ങനെ ബെഗ് ചെയ്തിട്ട് ഇങ്ങനെ പോവുക. അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പുറകെ പോവുക, അല്ലെങ്കിൽ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ ഒന്ന് സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്ന പോലെ എല്ലാ കാര്യത്തിനും ബെഗ് ചെയ്ത് പോവുക. അങ്ങനെ നമ്മളല്ലാതെ പെരുമാറുക എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ പുറകെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ നഷ്ടമാകുന്നത് നിങ്ങളുടെ ലൈഫ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അതായത് അവരെ ബെക്ക് ചെയ്ത് എപ്പോഴും പോകുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. പിന്നെ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ അത് നടക്കില്ല, നിങ്ങളുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുറച്ച് നാളത്തേക്ക് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിൽ അവരുടെ പുറകെ പോകുന്ന ആ സ്വഭാവം നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരിൽ തന്നെ ഒരു ചിന്തിക്കാനുള്ള ഒരു പരിശ്രമം അവർ നടത്തും എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്തകൾ വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും അവരുടെ പുറകെ പോകുമ്പോൾ നിങ്ങളുടെ വാല്യൂ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുന്ന സമയത്ത് പിന്നീട് അവർ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വാല്യൂവിൽ ചെറിയ മാറ്റങ്ങൾ വരാം. അതായത് പിന്നെ നിങ്ങളെ അവർ പരിഗണിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്, അതായത് പുറകെ പോകാതിരിക്കാൻ നോക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു അതിർത്തിയുണ്ട്, അതിർവരമ്പുകളുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. എല്ലാ കാര്യം അവരോട് ചോദിച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റുക. അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, പുറത്ത് പോകുമ്പോൾ അവരുടെ അനുവാദം ചോദിക്കാതെ പോവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് പുറത്ത് പോകുമ്പോൾ അവരത് ശീലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ അവരത് പ്രതീക്ഷിക്കും, നമ്മളെപ്പോൾ പോകുമ്പോഴും അവർ പ്രതീക്ഷിക്കുക നമ്മൾ അവരോട് ചോദിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിൽ പിന്നീട് മാറ്റങ്ങൾ വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ പഠിപ്പിച്ചിട്ടുള്ള കാര്യം നമ്മളായിട്ട് തന്നെ പതിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും സ്വാഭാവികമായൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ പിന്നീട് അവർ നമ്മളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരുടെ പുറകെ പോകുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ശീലം നിർത്തുക.
അങ്ങനെ നിർത്തി കഴിയുമ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരും. അതായത് അവർ നമ്മളുടെ പുറകെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. പലപ്പോഴും നമുക്ക് നമ്മുടെ വാല്യൂ നഷ്ടമാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ സഹിച്ചിരിക്കും. ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സഹിക്കും എന്നൊരു ചിന്ത അവരിൽ വരുന്ന സമയത്താണ്. അപ്പം അത് നമ്മളായിട്ട് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചിരിക്കില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള ലൈഫ് ഉണ്ട് എന്നൊരു ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ സ്വഭാവത്തിൽ അവർ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു വാല്യൂ തിരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്ന് കരുതി ഒരിക്കലും ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. സൗമ്യമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വരിക, പിന്നീട് അതൊരു വഴക്ക് വടിയായിട്ട് മാറുക, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ വളരെ സൗമ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഈ ഓരോരോ സ്റ്റെപ്പുകളും നിങ്ങൾ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അവർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കിട്ടട്ടെ, എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്